നാലപ്പാട്ട് നാരായണ മേനോൻ്റെ ലോകം എന്ന വിഷയത്തിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നാലപ്പാടിൻ്റെ കണ്ണുനീർത്തുള്ളി എന്ന വിലാപകാവ്യത്തെക്കുറിച്ചാണ്. ജീവിതത്തിൻ്റെ ക്ഷണികതയെയും മരണത്തിൻ്റെ അനിവാര്യതയെയും കുറിച്ച് നടത്തുന്ന തീക്ഷ്ണമായൊരു ദാർശനിക അന്വേഷണമാണ് കണ്ണുനീർത്തുള്ളി എന്ന വിലാപകാവ്യം. പ്രിയതമയുടെ വിയോഗത്തിൽ ഉടലെടുത്ത വ്യക്തിപരമായ ദുഃഖത്തെ പ്രപഞ്ചത്തിൻ്റെ നിഗൂഢതകളിലേക്കും പ്രകൃതിയുടെ നിസ്സംഗതയിലേക്കും കവി പടർത്തിവിടുന്നത് ഈ കാവ്യത്തിൽ കാണാം. തൻ്റെ മനോവ്യതകളെയും ചിന്തകളെയും കണ്ണിനൂരിൽ ചാലിച്ച് ഒരു കോട്ട കെട്ടി പടുത്തുയർത്താൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പ്രപഞ്ചത്തിൻ്റെ ക്രൂരമായ വിധി അതിനെ നിമിഷം നേരം കൊണ്ട് തകർത്തെറിയുന്നു. കവി ഇങ്ങനെ കുറിക്കുന്നു: ഞാനിങ്ങു ചിന്താശകലങ്ങൾ കണ്ണുനീരിൽ പിടിപ്പിച്ചൊരു കോട്ട കെട്ടി, അടിച്ചുടച്ചാൽ ഞൊടി കൊണ്ടതാരോ പ്രപഞ്ചമേ നീ ഇതുതന്നെയെന്നും. കടൽപ്പുറത്ത് കുട്ടികൾ മണ്ണുകൊണ്ട് നിർമ്മിക്കുന്ന കൊച്ചു വീടുകൾ തിരമാലകൾ വന്ന് മായ്ച്ചു കളയുന്നത് പോലെയാണ് മനുഷ്യൻ്റെ പ്രയത്നങ്ങളും ജീവിതവും എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. സൃഷ്ടാവിൻ്റെ ഈ സൃഷ്ടിലയ ക്രമം മനുഷ്യൻ്റെ യുക്തിക്ക് അതീതമാണ്. പ്രകൃതിയുടെ നിറപ്പകർച്ചകളെയും മരണത്തെയും നോക്കിക്കാണുന്ന കവി മരണം നൽകുന്ന ശൂന്യതയെ ഭയാനകമായ ഒരു ചോദ്യചിഹ്നമായിട്ട് ഉയർത്തുന്നു. തന്നെപ്പോലൊരു മനുഷ്യൻ ജീവിക്കാൻ കൊതിക്കുമ്പോഴും പ്രകൃതി അവരെ വെന്തുകരിയാൻ അനുവദിക്കുന്നു. പ്രാണന്റെ അർത്ഥത്തെയും മരണത്തിൻ്റെ അനിവാര്യതയെയും കുറിച്ച് സംസാരിക്കുമ്പോൾ നരൻ തൻ്റെ തന്നെ ശവത്തിനു മുകളിൽ ചവിട്ടി മുന്നോട്ട് പോകുന്ന ഒരു ചിത്രമാണ് കവി നൽകുന്നത്. ആ വരികൾ വായനക്കാരൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വിങ്ങലുണ്ടാക്കും. നരൻ ക്രമാൽ തൻ്റെ ശവം ചവിട്ടിപ്പോകുന്നൊരിപ്പോക്കുയരത്തിലേക്കോ? വലിയൊരു ചോദ്യമാണത്. അനന്തമജ്ഞാതം അവർണ്ണനീയമീ ലോകഗോളം തിരിയുന്ന മാർഗം, അതിങ്കലെങ്ങാണ്ടൊരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥ എന്ത് കണ്ടു? ഒടുവിൽ ഈ പ്രപഞ്ചഗോളത്തിൽ ഒരിടത്തിരുന്ന് കാര്യങ്ങളെല്ലാം വീക്ഷിക്കുന്ന മനുഷ്യന് യഥാർത്ഥത്തിൽ എന്ത് സത്യമാണ് മനസ്സിലാക്കാൻ കഴിയുക? ഒന്നും കഴിയില്ല എന്ന് കവി ഓർമ്മിപ്പിക്കുന്നു. വലിയൊരു ചോദ്യം, കഴിയുമോ എന്ന വലിയൊരു ചോദ്യം ബാക്കി വെച്ചുകൊണ്ടാണ് കവി തൻ്റെ വിലാപകാവ്യം അവസാനിപ്പിക്കുന്നത്. വേദനയുടെ തീവ്രതയിൽ നിന്ന് ജന്മം കൊണ്ട ഈ വരികൾ വായനക്കാരൻ്റെ സ്വന്തം ജീവിതത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു. കണ്ണുനീരിൻ്റെ നനവുള്ള ഈ കവിത വായനക്കാരൻ്റെ ഹൃദയത്തിൽ എന്നും മായാതെ നിലനിൽക്കും. പ്രാണപ്രേയസിയുടെ വേർപാടിൽ അദ്ദേഹം കുറിക്കുകയാണ്: അനന്തമജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം, ഇതിങ്കലെങ്ങാണ്ടൊരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥ എന്ത് കണ്ടു? ഒരു വിലാപകാവ്യത്തിനും അപ്പുറത്തേക്ക് ദർശനങ്ങളുടെ ഭൂമിക തീർത്തുകൊണ്ട് കണ്ണുനീർത്തുള്ളി എന്ന് പറയുന്ന വിലാപകാവ്യം മലയാളത്തിലെ എക്കാലത്തെയും മികച്ച വിലാപകാവ്യങ്ങളിൽ ഒന്നായി നിലനിൽക്കുന്നു.